അപ്പൊ ഭയങ്കരന്മാരെ, ഭയങ്കരികളെ, അപ്പൊ അമ്മ വല്ലാത്ത ജാതി പൊതിച്ചോറായി. എൻ്റെ അമ്മോ, 10:30 ഞാൻ അങ്ങോട്ട് പോന്നതാ. 10:30 പോന്നപ്പോ അമ്മ പറഞ്ഞു, ആ മോര് കറി വെച്ചിട്ടുണ്ട്, കുറച്ച് ചോറുണ്ട് പോക്കോ. ചോറുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞേ, ഇപ്പൊന്നും വേണ്ട, 10:30 ആയിട്ടുള്ളൂ, ചോറൊന്നും വേണ്ട. അപ്പൊ അമ്മ പറയാ, എന്നാ പൊതിച്ചോറാക്കി തരാന്ന്. പിന്നെ പെണ്ണ് അമ്മയും തുടങ്ങി, പൊതിച്ചോറ് ഇല വെട്ടാൻ പോലി, അത് പോലി ഇത് പോലി, പൊതിച്ചോറും കൊണ്ട് നടക്കാൻ 6 മണിയായി. എവിടെ കുറച്ചേരം മോരുകറി ചതിച്ചു. മോരുകറി ആയ കാരണം, അല്ലെങ്കിൽ ഞാൻ മര്യാദക്ക് വഴിന്ന് നാശന്നായിട്ടില്ല. പൊതിച്ചോറ് പെട്ടെന്ന് നാശമായില്ല അല്ലേ? ഇപ്പൊ കഴിക്കുമ്പോഴേ ആർത്തില്ല, ഒരു കംപ്ലൈന്റ് ഇല്ല, ഒരു തരത്തിലൊരു ആക്രാന്തം. പൊന്നിയടാവേ. അങ്ങനെ പൊതിച്ചോറ് സ്പീഡ് ഫാസ്റ്റ് അടിക്കുന്നില്ല കേട്ടാ. നിങ്ങൾ വിചാരിക്കും ഫാസ്റ്റ് അടിക്കാൻ. നെല്ലിക്കച്ചാറുണ്ട്, കൊണ്ടാട്ടമുളകുണ്ട്, KSRTC ബസ് സ്റ്റാൻഡില് അവിടെ പറഞ്ഞപ്പോ ചീസ് ബോൾ വാങ്ങി. അങ്ങനെ വണ്ടിയിൽ ഇരുന്നിട്ട് ഒരു ഹിന്ദിക്കാരനായിരുന്ന സൈഡിൽ കേട്ടോ, ചീസ് ബോൾ എടുത്തിട്ട് ഓരോന്ന് കഴിക്കാൻ തുടങ്ങി. അങ്ങനെ മുളക് പൊടിയാന്ന് തോന്നുന്നു, അത് എടുക്കുമ്പോ ആ ചക്കൻ ചുമക്കുക. അപ്പം എന്നിട്ട് ചെയ്ത് ആ ചക്കന് കുറച്ച് കൊടുത്തു. ഒരു 4 ചീസ് ബോള് അങ്ങനെ ഇത്ര നേരമായിട്ട് കഴിച്ചത്. അത് പറ്റി മുട്ട കുത്തി വരിച്ചിട്ടാ. പൊതിച്ചോറ് വരുമ്പോൾ മുട്ട കുത്തി വരിക്കണം. അയ്യോ, പിന്നെ നമ്മുടെ സാധനം കേട്ടോ, കായത്തൊലിയും പയറും. എന്തും മണായിരുന്നു കാലത്ത് ഈ ഇലയിൽ വെക്കുമ്പോ. നാശൊന്നും കേട്ടാ, ഒരു കേടും സംഭവിച്ചില്ല. അപ്പൊ അങ്ങനെ പൊതിച്ചോറ് കൊണ്ട് നടന്നു ലോകം മുഴുവൻ. ഓക്കെ. അയ്യോ, കൊണ്ടുവന്നല്ലേ മര്യാദക്ക് അല്ല ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചാണ് ഞാൻ. അങ്ങനെ ഒരു ഉരുൾപൊട്ടല് കഴിഞ്ഞു. എൻ്റെ അമ്മോ, വശന്നിട്ടേ. ഇതൊന്നും മനസ്സിൽ തന്നെ ആയില്ല എനിക്ക്. കായത്തൊലി പയറാണ് വെടിയുണ്ട പോണ പോലെ പോണേന്ന്. അപ്പോൾ ഓക്കെ.